മച്ചാമാരെ വന്ന് ഹെഡ് ഓഫീസിൽ ഒരു പേര് വന്നിട്ടുണ്ടല്ലോ. ഇപ്രാവശ്യം വിന്റർ കാർണിവലിൽ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ ഉണ്ട്. നമുക്ക് നോക്കിയാലോ? ഇത് നമുക്ക് പറ്റൂടാ, നമ്മൾ മനസ്സ് വെച്ചാൽ പറ്റൂ. അങ്ങനെയെങ്കിൽ സാർ തന്നെ നല്ലൊരു സ്റ്റോറി പിന്നെ നോക്കാം. അതിന് നമ്മുടെ രാജേഷ് ഉണ്ടല്ലോ. ഓക്കെ, അതിനാൽ ഞാനൊരു സ്റ്റോറി പറയാം. ഞാൻ കുറച്ച് നാൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറിയാണ്. അതായാലോ, ഒരു പാവം പ്രവാസിയുടെ ഒരു സ്റ്റോറി. You are fired. You are fired. ഇതായിരിക്കണം നമ്മുടെ ക്ലൈമാക്സ്. നീ തന്നെ ചാടിച്ചെത്തോ, ശല്യങ്ങൾ തീർന്നല്ലോ. ഇതൊക്കെ ഒരുപാട് കണ്ടുപടുന്ന സാധനമാണോ? എന്താണ് നിങ്ങൾ ഷോർട്ട് ഫിലിം പിടിക്കാനുള്ള പ്ലാനിങ്ങില്ല? നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വേണേ മെയിൻ റോഡ് ചെയ്യാ. ടിക്ടോക്കിലൊക്കെ കുറച്ച് ഫാൻസ് ഉള്ളതാ, കണ്ടിട്ടില്ലയോ? ഓ വേണ്ട, നിർബന്ധിക്കാനുള്ള ഒരു ഷോർട്ട് ഫിലിം പിടിക്കാനുള്ള ഒരു സ്റ്റോറി പോലും ഇവിടെ ആയിട്ടില്ല. അപ്പോഴേക്കും ഇറങ്ങിക്കോളൂ ഓരോ ദുരന്തങ്ങളും. അഥവാ റെഡി ആയാൽ തന്നെ ഞങ്ങളൊക്കെ ചത്ത ഒടുക്കിയിട്ട് മതി. നീ കേട്ടല്ലോ, അവിടെ അങ്ങനെ പോയിരിക്കും. എന്നാ പിന്നെ നമുക്ക് ലവ് സ്റ്റോറി ചെയ്താലോ? എന്നൊരു പെണ്ണുണ്ട്, പിന്നെ അവനെ വെച്ച് പെണ്ണായിട്ടില്ല. நேத்து ராத்திரி தூக்கம் போச்சுடி, நேத்து ராத்திரி தூக்கம் போச்சுடி, आओ जी आओ अनारकली, अच्छा अच्छा பச்சை கிளி, आओ जी आओ अनारकली, अच्छा अच्छा பச்சை கிளி, அம்மாடி ஆத்தாடி ஒன்னானதான் நேத்து ராத்திரி தூக்கம் போச்சுடி, நேத்து ராத்திரி தூக்கம் போச்சுடி. നമുക്ക് വെള്ളത്തെ പറ്റി ആക്കിയാലോ? കുവൈറ്റിലോ? വെള്ളപടിയാ. അതിന് കുവൈറ്റിൽ എവിടെയാടാ മദ്യം? ന്യൂസ് കണ്ടോടാ, ഇന്ന് നിയമസഭ പുതിയ ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചല്ലോ. ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല. അപ്പോഴാണ് നിങ്ങൾ കേരളത്തിൽ ബഡ്ജറ്റ് ഒന്ന് പോയോളാം. അതന്നെ, അതിന് ഷോർട്ട് ഫിലിം പിടിക്കുന്ന ആദ്യം തന്നെ നമുക്കൊരു ക്യാമറ വേണം. ഈ ക്യാമറ കിട്ടുന്ന ആദ്യം നമുക്കൊരു പ്രൊഡ്യൂസർ ഒപ്പിക്കണം. എനിക്ക് അഭിനയിക്കാൻ വയ്യ, ലിയോ നാളെ കൊണ്ടാക്കിയ. അതിന് നിന്നോട് അഭിനയിക്കാൻ പറഞ്ഞ പ്രൊഡ്യൂസർ ആവാൻ മതി. പ്രൊഡ്യൂസർ ആവാനോ? പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ക്യാമറ മേടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ആ എന്തെങ്കിലും ചെയ്. നമ്മുടെ സ്റ്റോറിയിൽ ട്വിസ്റ്റ്, ഈ ദൃശ്യ സിനിമയിലൊക്കെ കണ്ടുപോയിട്ടുള്ള ട്വിസ്റ്റ് കഴിഞ്ഞോ? വേണ്ട, നിന്റെ ടിസ്റ്റ് അത് കഴിഞ്ഞോ? ഇവനാ പറഞ്ഞ ആരെ കൊണ്ട് പോക്കറ്റ് കളഞ്ഞാലടാ, അപ്പൊ ഒരു ടിസ്റ്റ് ആവില്ലേ? ആ ടിസ്റ്റൊക്കെ സമയമാകുമ്പോൾ വരും. ഓക്കെ.
എടാ സ്കോർ കണ്ടോ? കോഹ്ലിയും ധോണിയാണല്ലോ ക്രീസില്. അപ്പൊ പിന്നെ കോഹ്ലി നോക്കിക്കോളും ബാക്കി കാര്യം. കോഹ്ലിയോ? ധോണി ക്രീസിൽ വെക്കുമ്പോൾ കോഹ്ലിയെ പൊക്കി പറയാമോ? ധോണി എന്ന് തുഴഞ്ഞു ജയിപ്പിക്കാനാണ്? കോഹ്ലി ഇപ്പൊ തന്നെ കപ്പ് അടിച്ച് വന്നുള്ളൂ. കപ്പ് ധോണി ഇല്ലെങ്കിൽ കപ്പ് മേടിച്ചിട്ടാണോ? സമയത്തിലാണ് ധോണി പറഞ്ഞിട്ടുണ്ടാ നമുക്ക് കപ്പ് മേടിച്ചതാ. ഉണ്ടമ്പുരി അതുപോലെ മേടിച്ചില്ല നീ? അത് മേടിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം. ചർച്ചയ്ക്ക് വഴിമാറി പോകുന്നതാ. ഇവിടെ എന്തിന്റെ ചർച്ച നടക്കുന്നത്? ഷോർട്ട് ഫിലിമിന്റെ ചർച്ചയാണോ ക്രിക്കറ്റിന്റെ ചർച്ചയാണോ നടക്കുന്നത്? നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഷോർട്ട് ഫിലിം പിടിക്കാൻ നടക്കില്ല. വെറും ഡിസ്കഷൻ മാത്രമേ നടക്കുള്ളൂ. എടാ എങ്കിൽ ഡിസ്കഷൻ തന്നെ നമുക്കൊരു ഷോർട്ട് ഫിലിം ആക്കിയാലോ? How can I consider best short film? என்ன இருக்கு இந்த ஷார்ட் ஃபிலிம்ல? ஒரு மெசேஜோ கான்செப்டே இல்ல. என்ன இல்ல இந்த ஃபிலிம்ல ஸ்டோரியோ மெசேஜோ அவசியம் இல்ல. ஆனா ஆடியன்ஸ் என்டர்டைன்மெண்ட் பண்றதுக்கு உண்டான எல்லா கான்செப்ட் ஃப்ரெஷ்னஸ் எல்லாம் உண்டு. அதனால இது வந்து பெஸ்ட் ஃபிலிமா வந்து நம்ம வந்து கன்சிடர் பண்ணலாம். I definitely agree with Suresh. This short film is an attempt to show something different to the audience, and I think audience will definitely like it, will enjoy it. And all the best to the team.